കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, അതൊരു ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് NIT. അവിടുത്തെ ഒരു അധ്യാപിക ഷൈജ ആണ്ടവൻ, പേര് കേട്ടാൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ആളാണെന്ന് തോന്നുന്നു, കേരളത്തിലുള്ള ആളാണ്, കേരളീയ വ്യക്തിയാണ്, മെക്കാനിക്കൽ വിഭാഗത്തിലെ പ്രൊഫസറാണ്. അവരുടെ ഏറ്റവും ഹീനമായ ഒരു നടപടിയിൽ പ്രതിഷേധിക്കുക മാത്രമല്ല, അവരുടെ പേരിൽ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട്, കേന്ദ്ര ഗവൺമെന്റിനോട്, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെടുന്നതുമാണ് ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം. അവർ ചെയ്ത കാര്യം വളരെ ക്രൂരമാണ്, നിന്ദ്യമാണ്, നമ്മുടെ രാജ്യത്തെ ആകെ അപമാനിക്കുന്നതാണ്. അതും ഒരു അധ്യാപിക, വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും മാതൃകയാവേണ്ട ഒരു അധ്യാപിക, മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നതിലൂടെ ഗോഡ്സെ രാജ്യത്തിന് അഭിമാനമാണെന്നാണ് അവർ അവരുടെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ഈ കുറിപ്പിന് നേരെ അടിയിൽ അവരുടെ അഭിപ്രായം എഴുതുക, രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഗോഡ്സെ. എത്രമാത്രം ഹീനമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ പ്രത്യേകതയും അദ്ദേഹത്തിൻ്റെ മഹത്വവും ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. ലോകം മുഴുവൻ ആദരിക്കുന്ന ഇന്ത്യൻ നേതാവായിരുന്നു മഹാത്മജി. ഇന്ത്യയിലെ ജനങ്ങളെ കോർത്തിണക്കി ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരായ സമരത്തിൽ ആവേശപൂർവ്വം അണിനിരത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച നേതാവായിരുന്നു മഹാത്മാഗാന്ധി. അതോടൊപ്പം ദേശീയ പ്രസ്ഥാനമാകെ, നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് നിരവധി ധാരകളുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമോ സമരം ചെയ്ത് നേടിയതല്ല ഈ സ്വാതന്ത്ര്യം. ആ സമരത്തിൽ, ദേശീയ പ്രസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, കർഷക പ്രസ്ഥാനങ്ങൾ, ഇവരൊക്കെ പങ്കുവഹിച്ചിട്ടുണ്ട് വിവിധ രീതികളിൽ. എന്നാൽ ആ സമൂഹത്തിനെല്ലാം ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വമാണ് മഹാത്മജിയുടേത്. വിവിധ രൂപത്തിലുള്ള സമരങ്ങൾ, നിസ്സഹകരണ സമരം, അതുപോലെ തന്നെ ത്യാഗപൂർണമായ സമാധാനപരമായ ഒട്ടേറെ സമരരൂപങ്ങൾ, സത്യാഗ്രഹ സമരങ്ങൾ, ഇതിലൂടെയെല്ലാം ഇന്ത്യക്കാരെ ആകെ ഏകോപിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ സമരം അദ്ദേഹം ഉയർത്തി. ചരിത്രപ്രസിദ്ധമായ 42-ലെ ക്വിറ്റ് ഇന്ത്യ സമരം, ഉപ്പ് കുറുക്കൽ നിരോധിച്ചതിനെതിരായി ഗാന്ധിജിയുടെ നേതൃത്വം നടത്തിയ ഉപ്പ് സത്യാഗ്രഹം, ഉപ്പ് കുറുക്കൽ സമരം, അതിൻ്റെയൊക്കെ സമരത്തിൻ്റെ അലവലികൾ ഈ കോഴിക്കോട്ടുണ്ടായിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും P. കൃഷ്ണപിള്ളയുടെയും നേതൃത്വത്തിലായിരുന്നു കോഴിക്കോട് ആ സമരം നടന്നത്. ആ സമരക്കാരെ ബ്രിട്ടീഷ് പോലീസ് കഠിനമായി, ക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിച്ചു. കോഴിക്കോട് കടപ്പുറത്തേക്ക് പോയ സമരക്കാരുടെ മുമ്പിൽ ത്രിവർണ പതാക ഏന്തിക്കൊണ്ട് മുമ്പിൽ നടന്നിരുന്നത് P. കൃഷ്ണപിള്ളയായിരുന്നു. അബ്ദുറഹ്മാൻ സാഹിബിനോടൊപ്പം മറ്റ് നേതാക്കളോടൊപ്പം. അദ്ദേഹത്തിൽ നിന്ന് ആ പതാക പിടിച്ചെടുക്കാൻ പോലീസ് എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. അടിച്ചു വീഴ്ത്തിയതിന് ശേഷമാണ് ആ പതാക പിടിച്ചെടുക്കാൻ സാധിച്ചത്. ഇങ്ങനെയുള്ള ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധിയാവുന്നത്, മഹാത്മാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മഹാകവി രവീന്ദ്രനാഥ് ടാഗോറാണ്. ലോകം മുഴുവൻ മഹാത്മാ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെയാണ് ഒരു അധ്യാപിക, അതും ഉയർന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഒരു അധ്യാപിക, നീചമായ നിലയിൽ അധിക്ഷേപിച്ചത്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് മഹത്തായ ഒരു കാര്യമാണ് എന്ന മട്ടിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ഗോഡ്സെ ഇന്ത്യയുടെ അഭിമാനമാണ് എന്ന് പറഞ്ഞത് എത്ര ഹീനമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. NIT-യിലുണ്ടായ സംഭവം പ്രദീപ് കുമാറിനോട് വിശദീകരിച്ചു, ഞാനത് ആവർത്തിക്കുന്നില്ല.
NIT-യിൽ നമ്മൾ സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാണുന്നത് പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊന്നുമില്ല. അതൊരു പ്രത്യേക സാങ്കേതിക ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും മത്സര പരീക്ഷകളിൽ പങ്കെടുത്ത് സെലക്ഷൻ കിട്ടി വരുന്ന വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കുന്നത്. ഇതുപോലുള്ള പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. അവരുടെ അധ്യാപകർ, അവരുടെ പ്രൊഫസർമാർ, അവരുടെ ഗൈഡ്, ഇതുപോലുള്ള ആളുകൾ പിണങ്ങിയാൽ, അവർക്ക് നൽകേണ്ട മാർക്കിൽ കുറവ് വന്നാൽ അവരുടെ ഭാവി ജീവിതം അവസാനിക്കും. അതുകൊണ്ട് വളരെ അച്ചടക്കത്തോടെ വിദ്യാഭ്യാസത്തിൽ മുഴുകുന്നവരാണ് അവിടുത്തെ കുട്ടികൾ. അവിടെയാണ് അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി ഒരു കൂട്ടം ആളുകൾ വർഗീയമായ മുദ്രാവാക്യം വിളിയുമായി വരുന്നത്, ചേരിതിരിഞ്ഞ മുദ്രാവാക്യവുമായി. അതിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചവർ ഭാരതത്തിന്റെ സംസ്കാരവും നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. അതിനാണ് ഒരു കുട്ടിയെ അധികൃതർ സസ്പെൻഡ് ചെയ്തത്. പക്ഷെ അപ്രതീക്ഷിതമായി സാധാരണ നിലയിലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും ഇല്ലാത്ത ക്യാമ്പസിൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഈ സസ്പെൻഷനെതിരെ അതവർ പ്രതീക്ഷിച്ചതല്ല, മാനേജ്മെന്റ് പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു പ്രതിഷേധം ഉയർന്നു വരുമെന്ന്. അതും രാജ്യത്ത് വിവാദമായ ഒരു സംഭവത്തെ ആസ്പദമാക്കി ഇത്രയും ധീരതയോടെ പ്രതിഷേധിക്കാൻ വിദ്യാർത്ഥികൾ സന്നദ്ധമാകുമെന്ന് അവർ കരുതിയതേയല്ല. പക്ഷേ അവരെ അമ്പരപ്പിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധത്തിന് മുമ്പിൽ മുട്ടുമടക്കിയാണ് വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചത്. പിൻവലിച്ചിട്ടില്ല, ഇതുവരെ മരവിപ്പിച്ചത്. ഇനിയും ആ വിദ്യാർത്ഥിയുടെ പേരിൽ പ്രതികാര നടപടികൾ സ്വീകരിക്കുമെന്ന ഭീഷണി നിലനിൽക്കുകയാണ്. ഇത് കേരളത്തിലാണ് നടക്കുന്നത്. കേരളത്തിൽ ഈ വിധത്തിൽ പെരുമാറാൻ ഒരു അധ്യാപികയ്ക്ക് എങ്ങനെ ധൈര്യം വരുന്നു? കേന്ദ്ര ഗവൺമെന്റിന്റെ പിൻബലം കൊണ്ടാണോ? അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പിൻബലം കൊണ്ടാണോ? കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഈ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പല്ല നിയന്ത്രിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്, കേരള ഗവൺമെന്റിന് അതിനകത്ത് കയറി ഒരു നടപടി സ്വീകരിക്കാൻ സാധ്യമല്ല. കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്ര സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിനും മാത്രമേ അവിടെ ഓടാൻ പറ്റൂ എന്ന് കരുതി ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് കേരളത്തിലല്ലേ, കേരളത്തിന്റെ മണ്ണിലല്ലേ, കേരളത്തിന്റെ വെള്ളവും കേരളത്തിന്റെ മറ്റ് സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടല്ലേ. കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരവും കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ ആ അധ്യാപകർക്ക് കഴിയണ്ടേ? അതിനൊക്കെ വെല്ലുവിളിക്കാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വരുന്നു? ഇതാണ് കേരളത്തിലെ സ്ഥിതിയെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി എന്തായിരിക്കും? വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് വളരെ ഗൗരവമായൊരു പ്രശ്നമാണ്. ഇതിനോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസുകളും വർഗീയതയുടെ കൂത്തരങ്ങായി മാറും, വർഗീയ ശക്തികളുടെ കേന്ദ്രമായി മാറും. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റാത്ത ഇടങ്ങളായി മാറും. ഇതാണ് ഗൗരവമായ പ്രശ്നം. ഈ കേരളത്തിൽ എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന സാമൂഹ്യ സംഘടനകളുമാണ് ഈ സമരത്തിൽ ഇവിടെ പങ്കെടുക്കുന്നത്, ഈ ധർണയിൽ, ഈ കൂട്ടായ്മയിൽ ഇവിടെ പങ്കെടുക്കുന്നത്. രാഷ്ട്രീയമായിട്ടല്ല അത് സംഘടിപ്പിച്ചു, ഒരു കൊടി ഉപയോഗിക്കുന്നില്ലല്ലോ. എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വലിയ പങ്കുവഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മതനിരപേക്ഷ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന പാർട്ടിക്ക് ഇതുപോലുള്ള പ്രശ്നത്തിൽ എന്താണ് നിലപാട്? അവർ പറയണ്ടേ? അവർക്കൊരു നിലപാട് വേണ്ടേ? ഇതാണ് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും ദുഃഖകരമായ സാഹചര്യം. ഒരു ഭാഗത്ത് തീവ്ര ഹിന്ദുത്വ വർഗീയവൽക്കരണം, അതിന് നേതൃത്വം നൽകുന്നത് RSS, അതിനുവേണ്ടി ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റ്. മറുഭാഗത്ത് ഈ നയങ്ങളെ ശക്തിയുക്തം എതിർക്കാൻ മുന്നോട്ട് വരുന്ന ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികൾ. അതിനിടയിൽ ആണും പെണ്ണും കെട്ട നിലയിൽ
മൃദു ഹിന്ദുത്വ നിലപാടുമായി നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ മൃദു ഹിന്ദുത്വം എന്ന ഡ്യൂപ്ലിക്കേറ്റ് നിലപാടുള്ളപ്പോൾ കാണുമ്പോൾ ഒറിജിനൽ ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് ഡ്യൂപ്ലിക്കേറ്റ്? വർഗീയതയെ പുണരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തിന് മൃദുവർഗീയത? വർഗീയതയാണെങ്കിൽ പിന്നെ തീവ്ര വർഗീയത ആയിക്കോട്ടെ എന്നല്ലേ അവർ ധരിക്കുക. അവിടെയാണ് കല്ലും നെല്ലും വേർതിരിയേണ്ടത്, വ്യക്തമായ നിലപാട് സ്വീകരിക്കേണ്ടത്. ഇത് നമ്മുടെ രാജ്യം നേരിടുന്ന അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിന്റെ ബഹിസ്ഫുരണമാണ് ഇത്തരം നിലപാടുകളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത്? ഗാന്ധിജി അബദ്ധത്തിൽ ആരുടെയോ വെടിയേറ്റ് മരിച്ചതാണോ? നമ്മളിപ്പോൾ അനുശോചനം രേഖപ്പെടുത്തി ഒരു കർഷകന്റെ മരണത്തിൽ പോലീസ് വെടിവെപ്പിൽ മരിച്ചതാണ്. കൃഷിക്കാരൻ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു കർഷകനെയാണ് ഹരിയാന അതിർത്തിയിൽ ഖനൌരി എന്ന സ്ഥലത്ത് ശുഭകരൺ സിംഗ് എന്ന് പറയുന്ന കൃഷിക്കാരൻ തലക്ക് വെടിയേറ്റ് മരിച്ച്. അങ്ങനെ വെടിയേറ്റ് മരിച്ചതാണോ? 1948 ജനുവരി 30 ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാത്മജിയുടെ നെഞ്ചിന് നേരെ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന കൊലയാളി വെടിയുതിർത്തത്. അദ്ദേഹത്തിനെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു, അദ്ദേഹത്തോടൊപ്പം വേറെയും പ്രതികളുണ്ടായിരുന്നു. കഥ ആ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ കൊലപാതകത്തിന്റെ മുമ്പ് കൊലപാതകം ആസൂത്രണം ചെയ്ത കൂട്ടത്തിൽ സവർക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന RSSന്റെ ആത്മീയാചാര്യൻ, താത്വികാചാര്യൻ ഉണ്ടായിരുന്നു എന്ന് പോലീസിന്റെ FIR-ലുണ്ടായിരുന്നു. അദ്ദേഹം പ്രതിയായിരുന്നു. വെടിവെപ്പ് നടത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ ഒരു സ്ഥലത്ത് ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തിയിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്, FIR-ൽ രേഖപ്പെടുത്തിയത്. ബോംബെ പോലീസിന് കിട്ടിയ തെളിവുകൾ വിചാരണ കോടതിയിലെത്താത്ത കാരണത്താലാണ് സവർക്കർ രക്ഷപ്പെട്ടു പോയത്. അതെത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ സവർക്കർ രക്ഷപ്പെടുകയായിരുന്നില്ല. ആരാണ് സവർക്കർ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ എന്ന വർഗീയാശയം ആവിഷ്കരിച്ചുയർത്തിക്കൊണ്ടുവന്ന RSSന്റെ താത്വികാചാര്യന്മാരിൽ പ്രമുഖനാണ് സവർക്കർ. അവരാണ് ഈ കൊലപാതകം നടത്തിയത്. അത് ഇന്ത്യയുടെ അഭിമാനമാണെന്ന് ഈ ടീച്ചർ പറയുമ്പോൾ അവരുടെ സംസ്കാരം എന്താ? എന്തിനാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന്? ഗാന്ധിജി മതനിരപേക്ഷതയിൽ ഉറച്ചു നിന്നു. മഹാത്മജി പറഞ്ഞു, ഒരു രാജ്യത്ത് 100% ജനങ്ങളും ഒരു മതക്കാരാണെങ്കിലും ആ രാജ്യം മതരാഷ്ട്രമാവാൻ പാടില്ല. ഗാന്ധിജിയുടെ നിലപാടതായിരുന്നു. ഇന്ത്യ വിവിധ മതക്കാർ താമസിക്കുന്ന ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അതിൽ മഹാഭൂരിപക്ഷം ഹിന്ദു എന്ന വിഭാഗത്തിൽപ്പെടുന്നവരാണ്, ഏകദേശം 82%. മുസ്ലിം 14-15% വരും. അടുത്ത കാലത്തൊന്നും സെൻസസ് നടക്കാത്തതുകൊണ്ട് ഒരു കൃത്യമായ നമ്പർ ഇപ്പോൾ പറയാൻ പറ്റില്ല. ക്രൈസ്തവർ, സിഖുകാർ, പാർസികൾ, ജൈനന്മാർ, ബുദ്ധമത വിശ്വാസികൾ എന്ന് തുടങ്ങി ഒട്ടേറെ വിഭാഗങ്ങൾ വേറെയുണ്ട്. ചെറിയ ചെറിയ വിഭാഗം. അവരെല്ലാം അടങ്ങുന്നതാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാവണമെന്ന് ഈ രാഷ്ട്രശില്പികൾ തീരുമാനിച്ചത്. ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കാനുള്ള ഭരണഘടനാ അസംബ്ലി രൂപീകരിക്കപ്പെടുകയും ഡോക്ടർ അംബേദ്കർ അതിന്റെ ചെയർമാനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലത്ത് ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചകളിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ പേര് സംബന്ധിച്ച് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഭാരതം എന്നായിരിക്കണം പേരെന്ന് ഒരു കൂട്ടർ, ഹിന്ദു രാഷ്ട്രം എന്ന് വളരെ ചെറിയൊരു ശബ്ദം, ഭാരതവർഷ് എന്ന് വേറൊരു കൂട്ടർ, ഇന്ത്യ എന്ന് മറ്റൊരു കൂട്ടർ, വിവിധ പേരുകൾ വന്നു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ കൊളോണിയൽ പാരമ്പര്യത്തിന്റെ അവശിഷ്ടമാണ് എന്ന് RSS ഇപ്പോൾ പറയുന്നു. അത് ഇംഗ്ലീഷ് വാക്കല്ല, കൊളോണിയൽ വാക്കല്ല. സിന്ധു നദിയെ പേർഷ്യൻ ഭാഷക്കാർ ഹിന്ദ് എന്നാണ് വിളിച്ചത്. അവരുടെ പേർഷ്യൻ ഭാഷയിൽ സ എന്ന വാക്കില്ല.
അങ്ങനെയാണ് ഹിന്ദ് എന്ന പദമുണ്ടായത്. അതിൽ നിന്നാണ് ഇന്ത്യ ഉണ്ടായത്. ആ നിലയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പൗരാണിക പാരമ്പര്യത്തിന്റെ ഉടമ വാക്ക് ഇന്ത്യ എന്നതാണ്. ഭാരതം എന്ന് പറഞ്ഞാൽ ഭരതൻ എന്ന രാജവംശത്തിന്റെ ചക്രവർത്തിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് മതപരമായ പേര്. ഇന്ത്യ അതല്ല. അതുകൊണ്ടാണ് അംബേദ്കർ ഇന്ത്യ എന്ന പേര് ശക്തമായി മുന്നോട്ട് വച്ചത്. ഭൂരിപക്ഷം അതിനെ അനുകൂലിച്ചു. എന്നാലും മറ്റു പേരുകൾ പറഞ്ഞവരെ തൃപ്തിപ്പെടുത്തി ഏകകണ്ഠമായ ഒരു തീരുമാനത്തിൽ എത്തുന്നതിനു വേണ്ടി ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തു. ഒരിക്കലും ഇന്ത്യയുടെ പര്യായ പദമായിട്ടല്ല ഭാരത് എന്ന് ചേർത്തത്. ഇന്ത്യക്ക് പകരം ഭാരത് എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയല്ല. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. ഇന്ത്യ എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ പേര്. എല്ലാ അന്തർദേശീയ കരാറുകളിലും ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ഒപ്പുവെച്ചിരിക്കുന്നത് നമ്മുടെ ഭരണാധികാരികൾ. ലോകത്തിന് മുമ്പിൽ ഇന്ത്യയാണ്, നിയമത്തിന് മുമ്പിൽ ഇന്ത്യയാണ്, ഭരണഘടനയിൽ ഇന്ത്യയാണ്. ഇന്ന് ആ പേര് പതുക്കെ പതുക്കെ മായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാതെ മായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് G20 ഗ്രൂപ്പ് 20 എന്ന് പറയുന്ന ലോകരാഷ്ട്രങ്ങൾ 20 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ പേരാണ് G20. ഗ്രൂപ്പ് 20 എന്നാണ് അതിനർത്ഥം. ഒരു സമ്മേളനം ഉണ്ടായിരുന്നു ഡൽഹിയിൽ. 20 രാഷ്ട്രങ്ങൾ, അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും ഇന്ത്യയും ചൈനയും എല്ലാം ഉൾക്കൊള്ളുന്ന, സൗത്ത് ആഫ്രിക്ക, ഒരുപാട് രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന 20 പ്രധാന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ സമ്മേളനം ചേരുമ്പോൾ അതിൽ പങ്കെടുത്ത രാഷ്ട്രത്തലവന്മാർക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു വിരുന്ന് നൽകുന്ന ഒരു പരിപാടിയുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഇത് ചെയ്യാറുണ്ട്. അത് സാധാരണ ഒരു മര്യാദയാണ്. ആ വിരുന്നിനുള്ള ക്ഷണക്കത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി എഴുതി പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ഷണക്കത്ത് കൊടുത്തത്. ഏതാണ് ഭാരത്? എങ്ങനെയാണ് അങ്ങനെ ഒരു ക്ഷണക്കത്ത് കൊടുക്കാൻ സാധിക്കുക? ഭരണഘടനയിൽ ഈ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്ന് കിടക്കുമ്പോൾ പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന് പറഞ്ഞ കത്തെഴുതാൻ രാഷ്ട്രപതിക്ക് എങ്ങനെയാ സാധിച്ചത്? എങ്ങോട്ടാ ഈ രാജ്യം പോകുന്നത്? രാഷ്ട്രത്തലവന്മാർ 20 രാഷ്ട്രത്തലവന്മാർ സമ്മേളിക്കുന്ന കോൺഫറൻസ് ഹാളിൽ ഓരോ രാഷ്ട്രത്തലവന്മാരുടെയും പേരും രാജ്യത്തിന്റെ പേരും എഴുതിയ ബോർഡുകൾ ഉണ്ടാവും, നെയിം ബോർഡുകൾ. നമ്മുടെ പ്രധാനമന്ത്രിയുടെ നെയിം ബോർഡ് പ്രൈം മിനിസ്റ്റർ ഭാരത് എന്നായിരുന്നു. ആര് തീരുമാനിച്ചു ഭാരത് എന്ന് മാറ്റാൻ? ഭരണഘടന മാറ്റിയോ? ഈ ഭരണഘടന മാറ്റാതെ തന്നെ RSS പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുമെന്ന ഹുങ്കിലാണ് RSSും കൂട്ടരും. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് നേരിടേണ്ടത്? മതനിരപേക്ഷ ശക്തികൾ ഒരുമിച്ച് നിന്നാണ് നേരിടേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ ഒരു വിഭാഗമോ ഒറ്റക്കല്ല. ആ കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. മതനിരപേക്ഷ ശക്തികൾ ഒരുമിച്ച് നിന്ന് നേരിടണം. അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം അത്യാപത്തിലേക്ക് നീങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം എന്താ? 2014 തെരഞ്ഞെടുപ്പിൽ BJP ജനങ്ങളുടെ മുമ്പിൽ കുറെ വാഗ്ദാനങ്ങൾ വെച്ചു. ഒരെണ്ണം നിറവേറ്റിയില്ല. 2019 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നായിരുന്നു അവരുടെ ഭീതി. അവരെന്താ ചെയ്ത്? ജമ്മു കാശ്മീരിലെ അതിർത്തി രക്ഷ ഡ്യൂട്ടിക്കായി പോകുന്ന പട്ടാളക്കാരുടെ വാഹന കോൺവോയ്ക്ക് നേരെ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായപ്പോൾ, അതിലേതാനും പട്ടാളക്കാർ രക്തസാക്ഷികളായപ്പോൾ ആ സംഭവത്തെ ആധാരമാക്കി രാജ്യരക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തി ആക്രമണത്തിന്റെ പിന്നിൽ പാകിസ്ഥാനാണെന്ന് പ്രചരിപ്പിച്ച് വർഗീയ വികാരമുണ്ടാക്കിയാണ് 2019 എന്ന തെരഞ്ഞെടുപ്പ് ജയിച്ചത്. അത്യധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു സ്റ്റേറ്റാണ്, ഒരു പ്രദേശമാണ് കാശ്മീർ. കാശ്മീരിലൊക്കെ ഇപ്പോ ടൂറിസ്റ്റുകളൊക്കെ പോകുന്നുണ്ടല്ലോ. ഓരോ 1/2 കിലോമീറ്ററിലും പട്ടാളത്തിന്റെ പിക്കറ്റുകൾ കാണാം. പരിശോധന നടത്തിയിട്ടേ വിടൂ. അത്ര കർശനമായ സുരക്ഷാ സംവിധാനമുള്ള സംസ്ഥാനമാണ്. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് ഒരു കാറ് നിറയെ സ്ഫോടക വസ്തുക്കൾ നിറച്ച് പട്ടാളക്കാർ സഞ്ചരിക്കുന്ന വാഹനത്തിലേക്ക് ഇടിച്ചു കയറാൻ ഒരു തീവ്രവാദി സംഘത്തിന് എങ്ങനെ സാധിച്ചു? അന്വേഷണം നടത്തിയോ? ഒരന്വേഷണമില്ല.
അത് പാകിസ്ഥാൻ അയച്ച തീവ്രവാദികളാണെന്ന് ഗവൺമെന്റ് അങ്ങ് പ്രഖ്യാപിച്ചു. എന്നിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്ന് തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്ന ഒരു ക്യാമ്പ് എന്ന് ഗവൺമെന്റ് പറയുന്നത് നമുക്കറിയും. ആ ക്യാമ്പിൽ പരിശീലനം നടത്തിക്കൊണ്ടിരുന്നു എന്ന് ഗവൺമെന്റ് പറയുന്ന കുറെ ആളുകളെ ബോംബ് ആക്രമണം നടത്തി കൊലപ്പെടുത്തിയെന്ന് നമ്മുടെ സൈന്യം, നമ്മുടെ ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞു. നമ്മൾ എന്തിനപ്പോ അതിനെ വെല്ലുവിളിക്കാൻ പോകുന്നു? ഈ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കായി നടപടി സ്വീകരിക്കേണ്ടത് ഗവൺമെന്റാണ്. ആ നിർണായക ഘട്ടത്തിൽ അവിടെ അത്ര ആള് മരിച്ചു, ഇതൊന്നും വിവാദത്തിലേക്ക് ആരും പോയില്ല. പാകിസ്ഥാനെതിരാണെങ്കിൽ ഇവിടെ ഒരു വികാരം ഉയർന്നു വരും. അത് ഇപ്പോഴല്ല, മുമ്പുണ്ട്. നിങ്ങൾക്കറിയില്ലേ പഴയ ബംഗ്ലാദേശ് യുദ്ധം? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോഴാണ് ബംഗ്ലാദേശ് യുദ്ധം. 1,00,000 പാകിസ്ഥാൻ ഭടന്മാരാണ് ഇന്ത്യൻ സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങിയത്, ആയുധം വെച്ച് കീഴടങ്ങിയത്. ആ യുദ്ധത്തിന് നേതൃത്വം നൽകി ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്നാണ് അന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. ദുർഗ ദേവി. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ ഭൂരിപക്ഷം അതിഭീകരമായ ഭൂരിപക്ഷം, വലിയ ഭൂരിപക്ഷമായിരുന്നു. ഇതാണ് പാകിസ്ഥാൻ ഇന്ത്യ ബന്ധവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ ഒരു പാകിസ്ഥാൻ ബാറ്റ്സ്മാൻ സിക്സർ അടിച്ചാൽ കൈയടിക്കുന്നവൻ പോലും രാജ്യദ്രോഹിയാണെന്ന് ചിത്രീകരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലൊക്കെ അവർ ജയിച്ച് അധികാരത്തിലൊക്കെ വന്ന് 2018 2022 ഒരു സത്യം പുറത്തു വരുന്നത്. 2018 അവസാനം ഈ അക്രമം നടക്കുന്ന കാലത്ത് അവിടെ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു ദിവസം പറയുന്നത്, ഞാൻ പറഞ്ഞിരുന്നു പട്ടാളക്കാരെ ബസ്സിൽ അയക്കരുത്, അവരെ വിമാനത്തിലേ അയക്കാവൂ എന്ന്. എന്റെ അഭിപ്രായം മാനിക്കാതെ ബസ്സിൽ തന്നെ അയച്ചു. സുരക്ഷാ വീഴ്ചയുണ്ടായി. അങ്ങനെയാണ് പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതെന്ന് BJP-ക്കാരനായ ഗവർണർ പിന്നീട് പറഞ്ഞു. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ? മരണപ്പെടേണ്ടവർ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഇനി എന്താ വേണ്ട? എന്തിനേയും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഉപയോഗിക്കുക. അങ്ങനെ അധികാരത്തിൽ വന്ന ഗവൺമെന്റാണ് 2019. സാമാന്യം നല്ല ഭൂരിപക്ഷമൊക്കെ കിട്ടി. പ്രതിപക്ഷം ദുർബലമായാലും പ്രതിപക്ഷം ഇല്ലാതായിട്ടൊന്നുമില്ല. രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷം ശക്തമായ നിലപാട് സ്വീകരിക്കാൻ എണ്ണമുണ്ട്. വോട്ട് ചെയ്ത് തോപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ശക്തമായി നിലപാടെടുക്കാൻ അവിടെ ആളുണ്ട്. 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യം ചേർന്ന പാർലമെന്റ് സമ്മേളനത്തിൽ 2019 ആഗസ്റ്റ് മാസം 5 ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തിന്റെ സംസ്ഥാന പദവി എടുത്തു കളയുന്ന നിയമമാണ് പാസാക്കിയത്. ആദ്യം ആ ബില്ല് അവതരിപ്പിക്കുന്ന രാജ്യസഭയിലാണ്. സാധാരണ ബില്ലുകൾ ആദ്യം അവതരിപ്പിക്കുക ലോക്സഭയിലാണ്. രാജ്യസഭയിലും അവതരിപ്പിച്ച് ലോക്സഭയിലേക്ക് പോകാം, അത് ചെയ്യുന്നതിന് തെറ്റില്ല. രാജ്യസഭയിൽ അവതരിപ്പിച്ച് സാധാരണ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബില്ലിന്റെ കോപ്പി മെമ്പർമാർക്ക് മുൻകൂട്ടി അയച്ചു കൊടുക്കണം. എന്തിനാണിത്? ആ ബില്ല് പഠിച്ച് അതിനെതിർക്കേണ്ടതുണ്ടോ, ഏതെങ്കിലും വകുപ്പുകളിൽ ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങൾ MP-മാർക്ക് പഠിക്കാൻ വേണ്ടിയാണ് നേരത്തെ ബില്ലുകൾ അയച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഭരണഘടനയും ഈ ബില്ലിലെ വ്യവസ്ഥയും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ, ഭരണഘടനാ വിരുദ്ധമാണോ, ഓരോ പാർട്ടിയുടെയും രാഷ്ട്രീയ നയത്തിനനുസരിച്ച് ഇത് ശരിയാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടി വരും. ഒരു നിയമത്തിന് ഭേദഗതിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ മൂല നിയമം എന്താണെന്ന് പഠിക്കേണ്ടി വരും. ആ നിയമം പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ ഓരോരുത്തർ നടത്തിയ പ്രസംഗം എന്താണെന്ന് പരിശോധിക്കേണ്ടി വരും. അതിന് പാർലമെന്റ് ലൈബ്രറി ചെന്ന് മണിക്കൂറുകളോളം ഇരുന്നാലേ ഈ കടലാസൊക്കെ കിട്ടും. അങ്ങനെയൊക്കെയാണ് ഓരോ ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. 2019 ആഗസ്റ്റ് 5 ആദ്യം ചേരുന്ന സമ്മേളനത്തിൽ കാശ്മീരിനെ സംബന്ധിച്ച ബില്ലുകളാണ് അവതരിപ്പിക്കുന്നതെന്ന വിവരം പോലും ഞങ്ങളെ അറിയിച്ചില്ല. ബില്ലിന്റെ കോപ്പി മുൻകൂട്ടി തന്നില്ല. 2019 ആഗസ്റ്റ് മാസം 5 രാവിലെ 9 മണിക്ക് കേന്ദ്ര ക്യാബിനറ്റിന്റെ അടിയന്തര യോഗം ചേർന്നായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യോഗം ചേരുന്നു. അപ്പൊ തന്നെ ആളുകൾക്ക് സംശയം തോന്നി, എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. 11 മണിക്ക് ഞങ്ങൾ പാർലമെന്റിലെത്തി. അമിത്ഷാ ഒരു വലിയ ഫയലുമായി വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അന്ന് അവിടെ എന്താ ബിസിനസ് എന്ന് ഞങ്ങൾക്കറിയില്ല. തന്ന ബിസിനസ് ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ ഒരു കാര്യമില്ല. പക്ഷെ അദ്ദേഹം വന്നിരിക്കുന്നു.
പ്രാരംഭ നടപടികളൊക്കെ കഴിഞ്ഞ് രാജ്യസഭാ ചെയർമാൻ കാശ്മീർ എന്ന സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യാനുള്ള പ്രമേയം രാഷ്ട്രപതി ഒപ്പിട്ടതാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ അന്താളിച്ചു നിന്നു. ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുക? ഇത് ജനാധിപത്യ വിരുദ്ധമായ നിലയിലാ വന്ന് പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾക്കെതിരാണ്, ചട്ടങ്ങൾക്കെതിരാണ്. ബഹളം വെച്ചു പ്രതിപക്ഷം. അത് കണക്കിലെടുക്കാതെ, ആ ഭാഗത്തേക്ക് നോക്കാതെ. രാജ്യസഭാ ചെയർമാൻ ഉപരാഷ്ട്രപതിയാ. ഉപരാഷ്ട്രപതി ഇപ്പൊ ചെയർമാന്റെ സ്ഥാനത്ത് ഞാനാണെന്ന് സങ്കല്പിക്കുക. സഭയിലിരിക്കുന്ന വലതുപക്ഷത്തുള്ളവർ ഭരണപക്ഷം, ഇടതുപക്ഷത്തുള്ളവർ പ്രതിപക്ഷം. പ്രതിപക്ഷം ഇടതുപക്ഷത്തായിരിക്കുക. അദ്ദേഹം തിരിഞ്ഞ് വലതുപക്ഷത്തേക്ക് തിരിഞ്ഞ് ഒരൊറ്റ ഇരുത്തങ്ങിരുന്നു. ഞങ്ങൾ പ്രതിഷേധിച്ചു. അദ്ദേഹം പ്രമേയം അവതരിപ്പിച്ചു. പാസ്സാക്കുന്നവർ കൈപൊക്കാൻ എന്ന് പറഞ്ഞു. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. 370 റദ്ദായി. RSSന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയണമെന്ന്. അത് ജനാധിപത്യപരമായ മര്യാദയുള്ള ഒരു മാർഗത്തിലൂടെ ചെയ്യണ്ടേ? അതിന് ഒരു ചർച്ച നടത്തണ്ടേ? രാഷ്ട്രീയ പാർട്ടികൾക്ക് അഭിപ്രായം പറയാൻ അവസരം കൊടുക്കണ്ടേ? മുസ്ലിങ്ങൾ 68% കാശ്മീരിന് എന്തിനാ പ്രത്യേക പദവി? RSSന്റെ പ്രസംഗം. ഭരണഘടന വായിച്ചവരാണോ എല്ലാവരും? 370-ാം വകുപ്പ് മാത്രമല്ലല്ലോ ഭരണഘടനയിലുള്ളത്, 371-ാം വകുപ്പുണ്ട്. 371A, B, C, D, E, F, G വരെ ഉപവകുപ്പുകളുണ്ട്. അതിൽ ഓരോ സംസ്ഥാനത്തിലുള്ള പ്രത്യേക പദവികളാ. മണിപ്പൂരിന്, നാഗാലാൻഡിന്, മിസോറാമിന്, ഹിമാചൽ പ്രദേശിന്, മഹാരാഷ്ട്രയ്ക്ക്, ആന്ധ്രാപ്രദേശിന്, ഇവർക്കൊക്കെ പ്രത്യേക പദവികളുണ്ട്. ഓരോ പ്രത്യേക കാര്യങ്ങൾ. എന്തേ അതെടുത്തു കളയണ്ടേ? ഇത് മാത്രം എന്തിനാ എടുത്തു കളഞ്ഞ്? അവിടെ കാശ്മീരിന് വെളിയിലുള്ളവർക്ക് ഭൂമി വാങ്ങാൻ അവകാശമില്ല. അതെന്ത് ന്യായം എന്ന് ചിലർ ചോദിക്കുന്നു. നിങ്ങൾക്ക് മിസോറാമിൽ പോയി ഭൂമി വാങ്ങാൻ അവകാശമില്ല. നാഗാലാൻഡിൽ പോയി ഭൂമി വാങ്ങാൻ നിങ്ങൾക്ക് അവകാശമില്ല. അതിർത്തി സംസ്ഥാനമായതുകൊണ്ട് അവിടെ ഭൂമി വാങ്ങുന്നതിനൊക്കെ ചില നിയന്ത്രണങ്ങൾ വരുന്ന രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊന്നും നോക്കാതെയാണ് പ്രസംഗിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. ഈ 370-ാം വകുപ്പ് വെറുതെ ഒരു ദിവസം കൊണ്ടുണ്ടായതാണോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാന പ്രദേശം ഇന്ത്യയുടെ ഭാഗമല്ല. ഹരിസിംഗ് എന്ന രാജാവിന്റെ രാജ്യമാണ്. ഞാൻ കാശ്മീരിൽ പോയപ്പോ പാർലമെന്റ് കമ്മിറ്റിയുടെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് പോയതാ. ശ്രീനഗറിൽ ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. താമസിക്കാൻ ഒരു ഹോട്ടൽ ഏർപ്പാട് ചെയ്തിരുന്നു. ആ ഹോട്ടൽ ഹരിസിംഗ് എന്ന രാജാവിന്റെ പഴയ ഒരു താമസ സ്ഥലമായിരുന്നു. അതിന് മുമ്പിൽ വലിയൊരു പൂന്തോട്ടവും മൈതാനവും ഉണ്ട്. ആ പൂന്തോട്ടത്തിൽ ഒരു വലിയ വൃക്ഷം തറ കെട്ടി സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങളുടെ ഒരു സഹായി പറയുന്നത്, സാർ ആ ബോർഡ് ഒന്ന് വായിച്ചു നോക്കൂ. ആ ബോർഡിൽ മഹാത്മാഗാന്ധി, ഹരിസിംഗ് എന്ന രാജാവും അദ്ദേഹത്തിന്റെ മകൻ കരൺ സിംഗ്, പിന്നീട് കോൺഗ്രസ് നേതാവായ ഡോക്ടർ കരൺ സിംഗ് എന്നിവരുമായി ഈ മരത്തിന്റെ ചുവട്ടിലിരുന്നാണ് ചർച്ച ചെയ്തത് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായിരുന്നു ചർച്ച? കാശ്മീരിനെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ച ഗാന്ധിജി പോയി നടത്തിയത്, നെഹ്റു നടത്തി. ഹരിസിംഗ് പറഞ്ഞു, ഞാൻ എന്റെ രാജ്യം പാകിസ്ഥാനിൽ ലയിക്കുന്നില്ല, ഇന്ത്യയിലും ലയിക്കുന്നില്ല, സ്വതന്ത്ര രാജ്യമായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ജിന്ന പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്നു, ഇപ്പുറത്ത് ഇന്ത്യ. അപ്പോൾ ഈ രാജാവിന്റെ നിലപാടത്. ആ നിലപാടിന് പിന്തുണ കൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു അന്ന് ജമ്മു കാശ്മീരിൽ, ജമ്മു കാശ്മീർ പ്രജാപരിഷത്ത്. ജമ്മു കാശ്മീർ പ്രജാപരിഷത്തിലുണ്ടായിരുന്ന പാർട്ടികൾ ഹിന്ദു സമുദായക്കാർ മാത്രമായിരുന്നു. ഭൂരിപക്ഷം മുസ്ലിങ്ങൾ നാഷണൽ കോൺഫറൻസ് എന്ന പാർട്ടിയിലായിരുന്നു. അതിന്റെ നേതാവ് ഷെയ്ഖ് അബ്ദുള്ളയായിരുന്നു. അവർ പറഞ്ഞു, കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കണം, പാകിസ്ഥാനിലേക്ക് പോകാൻ പാടില്ല, മുസ്ലിങ്ങൾ സ്വന്തം രാജ്യമായി നിൽക്കണം. പ്രജാപരിഷത്ത് ഇന്ത്യയിലേക്ക് കാശ്മീർ ലയിച്ചു ചേർന്നപ്പോൾ പ്രജാപരിഷത്ത് ജനസംഘത്തിൽ ചേർന്നു. അപ്പൊ ആരാന്ന് മനസ്സിലായില്ലേ? എന്നിട്ട് അവരാണ് പോയി ഇന്ത്യയുടെ ഐക്യം, ഇന്ത്യയുടെ അഖണ്ഡത ഒക്കെ പ്രസംഗിച്ച് നടക്കുന്നത്. മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അതിർത്തി വരച്ചപ്പോൾ കാശ്മീർ ഇപ്പുറത്ത് ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യയുടെ പക്ഷത്താണ്. പാകിസ്ഥാൻ അപ്പുറത്ത്. കാശ്മീർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് ജിന്ന വാദിച്ചിരുന്നു. അത് ബ്രിട്ടൻ അംഗീകരിച്ചില്ല.
സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഉടനെ പാകിസ്ഥാന്റെ സൈന്യം കാശ്മീരിൽ കടന്നു, കാശ്മീർ പിടിച്ചെടുക്കാൻ. ഹരിസിംഗിന്റെ പട്ടാളത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ദുർബലമായ പട്ടാളമായിരുന്നു. കാശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാൻ കൈയടക്കി. ഇന്ത്യയുടെ പട്ടാളത്തിന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം ഇന്ത്യ അല്ലത്, കാശ്മീർ വേറെ രാജ്യ. രാജാവ് പേടിച്ച് ശ്രീനഗർ ഉടൻ കീഴടക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ രാജാവും കുടുംബവും പറന്ന് ഡൽഹിയിലെത്തി. നെഹ്റു, പട്ടേൽ തുടങ്ങിയ നേതാക്കളുമായി ചർച്ച ചെയ്ത് അങ്ങനെയാണ് ഇന്ത്യയിൽ ലയിച്ചു ചേരാൻ ജമ്മു കാശ്മീർ രാജാവും ഇന്ത്യയും തമ്മിൽ കരാറുണ്ടാകുന്നത്. ആ കരാറിലെ വ്യവസ്ഥയാണ് ഭരണഘടന രൂപം കൊള്ളുമ്പോൾ പ്രത്യേക പദവി നൽകണമെന്ന ഒരു വകുപ്പ് അതിൽ എഴുതി ചേർത്തത്. അതനുസരിച്ചാണ് ഭരണഘടനയിൽ എഴുതി ചേർത്തത്. ആ കരാർ ഒപ്പിട്ട് ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീരിലേക്ക് കുതിച്ചു. അതുവരെ ആ പാകിസ്ഥാൻ സൈന്യത്തെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തിയത് നാഷണൽ കോൺഫറൻസ് ആയിരുന്നു. ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈനിക പ്രവർത്തകരായിരുന്നു, വളണ്ടിയർമാർ. ഒരുപാട് ആൾ മരിച്ചു. ഇന്ത്യൻ സൈന്യം വന്ന് അവരെ തിരിച്ചോടിക്കാൻ ശ്രമിച്ചു പാകിസ്ഥാനെ. അപ്പോഴേക്കും ഐക്യരാഷ്ട്രസഭ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ കയ്യേറിയത് മുഴുവൻ പാകിസ്ഥാന്റെ കയ്യിൽ. ബാക്കി ഇന്ത്യ. ഭൂപടത്തിൽ നിങ്ങൾക്ക് കാണാം POK എന്ന് പറയുന്ന ഒരു ഭാഗം, കാശ്മീരിന്റെ ഒരു ഭാഗം, പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്നതിന്റെ അർത്ഥം. ഈ ചരിത്രമെല്ലാം നിലനിൽക്കുമ്പോഴാണ് പാകിസ്ഥാൻ എന്തിനാണ് പ്രത്യേക പദവി? ആരോ സൗജന്യം കൊടുത്ത മതി, എടുത്തു കളഞ്ഞു, പോട്ടെ. അതിന്റെയൊക്കെ ഒരു രൂപം നിങ്ങൾ മനസ്സിലാക്കണം. ഭരണഘടന അനുസരിച്ച് ഈ പ്രത്യേക പദവി എടുത്തു കളയണമെങ്കിൽ കാശ്മീരിലെ ഭരണഘടനാ അസംബ്ലി പ്രമേയം പാസാക്കണം. കാശ്മീരിൽ ഭരണഘടനാ അസംബ്ലി ഉണ്ടായിരുന്നില്ല. അവിടെ ഗവർണർക്ക് അതിന്റെ അധികാരം കൈയാളാൻ കഴിയുമെന്ന് വ്യാഖ്യാനിച്ച് ഗവർണർ ഒരു പ്രമേയമാക്കി എഴുതി ഇങ്ങോട്ട് കൊടുത്തു. അത് ക്യാബിനറ്റ് അംഗീകരിച്ചു. രാവിലെ തന്നെ രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചു. അപ്പോൾ തന്നെ രാഷ്ട്രപതി ഒപ്പിട്ട് തിരിച്ചയച്ചു. അന്ന് തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ചു, പാസാക്കി. നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥയാണിത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? രണ്ടാമത്തെ ബില്ല് കാശ്മീർ റീഓർഗനൈസേഷൻ ബിൽ. കാശ്മീർ എന്ന സംസ്ഥാനത്തിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു. ജമ്മു, കാശ്മീർ, ലഡാക്ക് 3 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റി. 2019 ആഗസ്റ്റ് മാസം 5-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ ഇന്ത്യയിൽ 29 സംസ്ഥാനം. 12 മണി കഴിഞ്ഞപ്പോൾ 28 സംസ്ഥാനം. നാളെ ഏത് സംസ്ഥാനത്തെയും ഇതുപോലെയാക്കാൻ കേന്ദ്ര പാർലമെന്റിന് കഴിയുമെന്ന അവസ്ഥയല്ലേ ഇപ്പൊ നിലവിലുള്ളത്? കേരളത്തെ മാറ്റി 3ആയി മുറിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? BJPക്ക് ഇഷ്ടമില്ലാത്തവരെ എങ്ങനെയും കൈകാര്യം ചെയ്യാമെന്ന നിലയാണ് വരുന്നതെങ്കിൽ അതിന് പാർലമെന്റിന് ഉപയോഗിക്കാമെങ്കിൽ എന്താവും സ്ഥിതി? ഇതൊക്കെയാണ് ഷൈജ ആണ്ടവനെ പോലുള്ളവർക്ക് ധൈര്യം കൊടുക്കുന്നത്. ഇത് ചെറിയ കാര്യമല്ല. ഇത് സംബന്ധിച്ച് കേസ് വന്നു കോടതിയിൽ. ഈ ചെയ്ത് ഭരണഘടനാ വിരുദ്ധമാണെന്ന കേസ് വന്നു. ദീർഘകാലം വിചാരണ ചെയ്തു. അവസാനം സുപ്രീം കോടതി പറഞ്ഞു നിയമങ്ങളൊക്കെ ശരിയാണ്, ഭരണഘടനാ പ്രകാരമാണെന്ന്. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇന്നലെ മരണപ്പെട്ട ഫാലി എസ് നരിമാൻ, ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകൻ, സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ, അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതി വിധി ഭരണഘടനാ വിരുദ്ധമാണെന്ന് വസ്തുതകൾ വെച്ചുകൊണ്ട് എഴുതി. ഇത് ഭരണഘടനയ്ക്കെതിരാണ്. പക്ഷേ വിധിച്ചില്ലേ? സംഭവിച്ചില്ലേ? എന്ന് കാശ്മീരിനെ ഏക സംസ്ഥാനമാക്കുമെന്ന് കോടതി ചോദിച്ചു. കൃത്യമായ മറുപടി പോലും കേന്ദ്രം പറഞ്ഞില്ല. എന്നിട്ടും ഇതെല്ലാം നിയമവിധേയമാണെന്ന് കോടതി പറഞ്ഞു. നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. 2019 ശേഷം എന്തൊക്കെ നടന്നു? പൗരത്വ ഭേദഗതി നിയമം പാസാക്കി. ഞങ്ങൾ അതിശക്തമായി എതിർത്തു നോക്കി. എന്ത് ചെയ്യാൻ? നമുക്ക് ഭൂരിപക്ഷമില്ല. ബഹളം വെച്ച് നോക്കി, പാസാക്കി. ശ്രീലങ്ക, നേപ്പാൾ, ബർമ്മ തുടങ്ങി അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന സിറ്റിസൺ പൗരന്മാരല്ലാത്തവർക്ക്, മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർക്ക് പൗരത്വം നൽകാം എന്നാണ് ഈ നിയമത്തിലെ വ്യവസ്ഥ. എന്തിനാണ് ഈ വിവേചനം? ഞങ്ങൾ ചോദിച്ചു. പാർലമെന്റിൽ അതിശക്തമായി വാദിച്ചു. എന്തിനാണ് ഒരു വിഭാഗത്തെ ഒഴിവാക്കി നിർത്തുന്നത്? അവിടെ നിന്ന് വരുന്നവരിൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കൊടുത്തൂടെ? പാടില്ല. മുസ്ലിങ്ങളല്ലാത്തവർക്ക് പൗരത്വം കൊടുക്കാമെന്നാണ് പൗരത്വ നിയമം.
ഈ പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് ഇന്ത്യയിലെ പൗരന്മാരെ പരിശോധന നടത്തി അവർ പൗരന്മാരാണെന്ന് ഉറപ്പിക്കാനുള്ളൊരു വ്യവസ്ഥ. അതിനെന്താ കാരണം? ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബർമയിൽ നിന്നുമൊക്കെ അനവധി ആളുകൾ അനധികൃത കുടിയേറ്റത്തിലൂടെ ഇന്ത്യയിൽ കടന്നു വന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടെന്നാണ് ആരോപണം. അവരെയൊക്കെ ആട്ടി പുറത്താക്കണമെന്നാണ് RSSന്റെ വാദം. ബംഗാളിന്റെ വടക്കൻ അതിർത്തിയിൽ, വടക്ക് പടിഞ്ഞാറിന്റെ അതിർത്തിയിൽ, ബംഗ്ലാദേശ് അതിർത്തിയുടെ ഭാഗത്ത് RSS പ്രസംഗിക്കുക, ഇവന്മാരൊക്കെ ബംഗ്ലാദേശികളായി ഇവിടെയുള്ള മുസ്ലിങ്ങൾ, അവരനധികൃതമായി കടന്നു വന്നവരാണ്. അവരൊക്കെ ഓടിച്ചാൽ അവരുടെ പറമ്പ്, അവരുടെ വീട് എല്ലാം നിങ്ങൾക്കുള്ളതാണ്. മുന്നിലിരിക്കുന്ന ആളുകളോട് പറയാ, അവർ കൈയടിച്ച് തട്ടഹസിക്കുക. എങ്ങോട്ട് പോകും ഈ രാജ്യം? അതുകൊണ്ട് യഥാർത്ഥ പൗരന്മാരെ കണ്ടെത്താൻ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ ഉണ്ടാക്കണം എന്ന് നിയമം പറയാം. രജിസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ആളുകൾ രജിസ്ട്രേഷൻ അതിഥികൾക്ക് മുമ്പിൽ തെളിവുകൾ ഹാജരാക്കണം. എന്ത് തെളിവുകൾ ഹാജരാക്കണം? നിങ്ങൾ ഓരോരുത്തരും മുസ്ലിം ആണെങ്കിൽ നിങ്ങളിവിടെ ജനിച്ചു വളർന്ന ആളാണെന്ന് തെളിയിക്കാനുള്ള രേഖ ഹാജരാക്കണം അധികൃതർക്ക് മുമ്പിൽ. അത് വലിയ പ്രയാസം ഉണ്ടാവില്ല. നമ്മുടെ അടുത്ത് ജനന മരണ സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ ഒക്കെ ഉണ്ടാവും. എൻ്റെ അടുത്ത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ട്, മറ്റ് സർട്ടിഫിക്കറ്റുകൾ വേണമെങ്കിൽ കിട്ടും. അത് മാത്രം പോരാ, എന്റെ മാതാപിതാക്കൾ ഇവിടെ ജനിച്ചു വളർന്നവരാണെന്ന് തെളിയിക്കുന്ന രേഖ വേണം. അതെന്റെ കയ്യിലില്ല. നിങ്ങളിൽ ആരുടെ മക്കളുണ്ട് എനിക്കറിയില്ല. ഇത് ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പേരിന് നേരെ D എന്ന് എഴുതും, ചുവന്ന അക്ഷരത്തിൽ. D ഡൗട്ട്ഫുൾ, ഇയാൾ സംശയാലുവ. ഒരവസരവും കൂടി തരും പൗരത്വം തെളിയിക്കാൻ. അതിനുള്ളിലും രേഖ ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളെ വീടുകളിൽ നിന്നിറക്കി കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലുള്ള ക്യാമ്പുകൾ ഉണ്ടാക്കി അവിടെ താമസിപ്പിക്കണം എന്നാ വ്യവസ്ഥ. സ്റ്റേഡിയം പോലെ വലിയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവിടെ താമസിപ്പിക്കണം എന്നാ വ്യവസ്ഥ. ആസാമിൽ ആ പരിശോധന നടത്തി കുറെ ആളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. രാജ്യം മുഴുവൻ നടത്തുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്നാണ് അമിത്ഷാ പറയുന്നത്. പാർലമെന്റ് പാസാക്കി വെച്ചിരിക്കുക. ഇതാണ് ഷൈജ ആണ്ടവന് ധൈര്യം നൽകുന്നത്. ഇത്തരം നടപടികളാണ്, വെറുതെ അല്ല കാര്യങ്ങൾ. മുത്തലാഖ് നിരോധന നിയമം നടപ്പാക്കി മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാനാണെന്നാണ് വാദം. മുസ്ലിം പുരുഷന്മാർ 3 തലാഖും ചൊല്ലി സ്ത്രീകളെ അനാഥകളാക്കുന്നു. ഏത് സമൂഹത്തെ കുറിച്ചാണ് ഈ പറയുന്നത്? ഇന്ന് അതുപോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ കേരളം പോലുള്ള സംസ്ഥാനത്ത് വളരെ 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 കുറവാണ്. ഇനി അത്തരം പ്രശ്നങ്ങൾ വന്നാൽ അതിനെ നേരിടാൻ നിലവിലുള്ള നിയമങ്ങളുണ്ട്. വിവാഹമോചനത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് പുരുഷൻ ജീവനാംശം നൽകണമെന്ന നിയമമുണ്ട്. ആ ഭർത്താവിനെ പിടിച്ച് ജയിലിലിട്ടാൽ ആരാണ് ഈ സ്ത്രീക്ക് ജീവനാംശം കൊടുക്കുക? അപ്പൊ യഥാർത്ഥ സ്ത്രീ സംരക്ഷണമാണോ ഇത്? മുസ്ലിം വിരുദ്ധമായ ഒരു നിയമം ഉണ്ടാക്കുക. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അപരിഷ്കൃതരും സ്ത്രീ വിരുദ്ധരുമാണെന്ന് സമൂഹ മധ്യത്തിൽ വരുത്തി തീർക്കുക. ആ നിയമനിർമ്മാണത്തിലൂടെ അത് സംഭവിച്ചു. പിന്നെ ഇനി വരുന്നത് ഏക സിവിൽ കോഡ് നിയമം കൊണ്ടുവരുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയോ ഇന്ത്യയിലെ ഭാഷകൾ, എല്ലാ ഭാഷകൾക്കും പരിഗണന നൽകിയിട്ടുണ്ട് ഭരണഘടന. എന്നാൽ ഹിന്ദി എന്ന ഭാഷയ്ക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നു, അടിച്ചേൽപ്പിക്കുന്നു ഹിന്ദി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാദേശിക ഭാഷകളുണ്ട്. ഇംഗ്ലീഷ് ഭാഷ ജനറലായിട്ടുണ്ട്, ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, പല ഭാഷകളുണ്ട്. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ പാർലമെന്റിലെ ബില്ലുകളെല്ലാം ഹിന്ദിയിലാണ്, ഇംഗ്ലീഷിലും ഉണ്ട്. എന്നാൽ ഭൂരിപക്ഷം കാര്യങ്ങൾ വരുന്നത് ഹിന്ദിയിലാണ്. നമ്മുടെ രാജ്യത്ത് 3 പ്രധാനപ്പെട്ട ക്രിമിനൽ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇന്ത്യൻ ശിക്ഷാ നിയമം. ഈ 3 നിയമങ്ങൾ ഇംഗ്ലീഷിലായിരുന്നു പേര്. അത് കൊളോണിയൽ അവശിഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് 3 പേരുകൾ ഹിന്ദിയിലേക്ക് മാറ്റി ഹിന്ദിയിലാണ് പുതിയ ബില്ല് അവതരിപ്പിച്ച്, ഭേദഗതി ബില്ല് അവതരിപ്പിച്ച്, ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ച്. ക്രിമിനൽ CRPC പോയി, IPC പോയി, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പോയി. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത്? വിദ്യാഭ്യാസ പദ്ധതിയിൽ
മതനിരപേക്ഷ പാഠങ്ങൾ മുഴുവൻ ഒഴിവാക്കാൻ വേണ്ടി ഉത്തരവ് കൊടുക്കുകയാണ് NCERT എന്ന് പറയുന്ന വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനം. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനമാണ് NCERT. പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്ന, പഠനത്തിന് നേതൃത്വം കൊടുക്കുന്ന, വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനം. അവര് പാഠപുസ്തകങ്ങളിൽ വർഗീയത തിരികെ കയറ്റുകയാണ്, പല പാഠഭാഗങ്ങളും മാറ്റുകയാണ്, മുഗള ഭരണകാലത്തെക്കുറിച്ചുള്ള ചരിത്രം മാറ്റുകയാണ്. അതൊന്നും പഠിക്കേണ്ടെന്നാ. ഇതൊക്കെയാണ് നമ്മുടെ കോളേജുകളിലും സ്കൂളിലും കൊണ്ടുവരുന്നത്. അതൊന്നും കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന് കേരളത്തിലെ ഗവൺമെന്റ് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, നടപ്പാക്കാൻ സാധ്യമല്ലെന്ന്. ഇതൊക്കെയാണ് NITയിലെ അധ്യാപിക പോലുള്ളവർക്ക് ധൈര്യം നൽകുന്നത്. ഇന്ത്യയുടെ ചരിത്ര ഗവേഷണ കൗൺസിൽ ICHR, ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, അതിനെ നയിച്ചത് പ്രമുഖരായ ചരിത്രകാരന്മാരാണ്. റോമില താപ്പർ, ഇർഫാൻ ഹബീബ്, ഡോക്ടർ KN പണിക്കർ, രമേശ് ചന്ദ്ര, അതിപ്രഗത്ഭരായ ആളുകൾ. ആ ചരിത്ര ഗവേഷണ കൗൺസിലിൽ നിന്ന് മതനിരപേക്ഷ ചരിത്രകാരന്മാരെ മുഴുവൻ ഒഴിവാക്കി, RSS അനുകൂല ചരിത്രം എഴുതുന്നവരെ മാത്രമാക്കി. എന്തിനാണ് നമ്മുടെ ചരിത്രത്തെ വർഗീയവൽക്കരിക്കാൻ? 600-700 കൊല്ലം വടക്കേ ഇന്ത്യയിൽ ഭരണത്തിലുണ്ടായിരുന്ന മുസ്ലിം രാജാക്കന്മാർ, ചക്രവർത്തിമാർ, അവർ ഇന്ത്യയുടെ സംസ്കാരത്തെ തകർത്തവരാണ്, അടിച്ചമർത്തിയവരാണ് എന്ന ചരിത്രം പഠിപ്പിച്ച് ഒരു ജനതയാകെ മുസ്ലിം വിരുദ്ധരാക്കി മാറ്റാൻ, വർഗീയവൽക്കരിക്കാൻ. ഇന്ത്യയിൽ മുസ്ലിം രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്, തെക്കേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ, ഹൈദരലി, ഹൈദരാബാദ് നൈസാം. വടക്കേ ഇന്ത്യയിൽ മുഗൾ സുൽത്താൻമാർ, ഒരുപാട് സുൽത്താൻമാർ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഒരിടത്തും ഇസ്ലാമിക ഭരണം ഉണ്ടായിരുന്നില്ല. അവരാരും ഇസ്ലാമിക നിയമമനുസരിച്ചല്ല ഭരിച്ചത്. ഇവരെല്ലാം കൂടി 700 കൊല്ലം ഇന്ത്യയിൽ ഇസ്ലാമികവൽക്കരണം നടത്തണമെന്ന് വാശി പിടിച്ചിരുന്നു എങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശതമാനം 12-14 മാത്രം എങ്ങനെയാണ് നിലനിന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. യുക്തിയുണ്ടെങ്കിൽ ഔറംഗസേബ് എന്ന് പറയുന്ന ചക്രവർത്തി പോലും ഇസ്ലാമിക നിയമം അനുസരിച്ചല്ല ഭരിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ മത നേതാക്കന്മാരുടെ ആക്ഷേപം. അവർ മുസ്ലിങ്ങൾ പേരുള്ള രാജാക്കന്മാരായിരുന്നു. ഇസ്ലാമിക ഭരണവും ശരീഅത്ത് നിയമമൊന്നും അല്ല അവർ നടപ്പാക്കിയത്. ഇന്ത്യയിലെ ഭരണക്രമം അനുസരിച്ച് അവർ നടപ്പാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ചരിത്രത്തെ വികലമാക്കുകയാണ്. അതിന്റെ അവശിഷ്ടങ്ങൾ തേടി തേടി രാജ്യം മുഴുവൻ സംഘർഷമുണ്ടാക്കുകയാണ്. ഇതിലേക്ക് എത്തിച്ചത് ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകളാണ്. ഇന്ത്യ ചരിത്രം ഇസ്ലാം, മുസ്ലിം, ഹിന്ദു എന്ന വിഭജനം ഉണ്ടാക്കിയ ആദ്യത്തെ ചരിത്രകാരൻ ജെയിംസ് മിൽ എന്ന് പറയുന്ന ആളാണ്, ബ്രിട്ടീഷുകാരൻ. ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പേരിൽ അദ്ദേഹം എഴുതിയ കൃതിയാണ് ഇന്ത്യയിലെ വർഗീയ വിഭജനത്തിന് തുടക്കം കുറിച്ച്. അത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം. അന്ന് ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ ഇന്ത്യൻ ജനത ഒരുമിച്ച് പോരാടി ബ്രിട്ടീഷ് രാജാവിനെ ഓടിച്ചു ഡൽഹിയിൽ നിന്ന്. റാണി ലക്ഷ്മിബായിയും നാനാ സാഹിബും താന്തിയ തോപ്പിയും നാടുവാഴികളും എല്ലാം കൂടി ചേർന്ന് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചു. എന്നിട്ട് ആ സ്ഥാനത്ത് ഒരു ചക്രവർത്തി, ഒരു രാജാവ് വേണ്ടേ? മുഗള ചക്രവർത്തിമാരിൽ അവസാനത്തെ കണ്ണിയായ ദുർബലനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ബഹദൂർ ഷാ. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് രാജാവാക്കി. ഇന്ത്യയിൽ പള്ളി പൊളിക്കുകയും കടുത്ത ഇസ്ലാമിക ഭരണം നടത്തുകയൊക്കെ ചെയ്തവരാണ് മുസ്ലിങ്ങൾ എങ്കിൽ അവരുടെ തലമുറയിൽപ്പെട്ട ഒരാളെ, ബാബർ ചക്രവർത്തിയുടെ തലമുറയിൽപ്പെട്ട ഒരാളെ ഹിന്ദു മുസ്ലിങ്ങളടങ്ങുന്ന ആ സൈന്യം രാജാവായി അംഗീകരിക്കുമായിരുന്നു. സാമാന്യ യുക്തി വെച്ച് നിങ്ങൾ ആലോചിച്ചു. അന്ന് ഈ വിഭജനം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവർ ഈ ബ്രിട്ടീഷ് ഭരണത്തെ ഉടനെ അവസാനിപ്പിക്കുമെന്ന്. അതുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചരിത്ര രചന നടത്തി ജെയിംസ് മിൽ. ചരിത്രത്തിന്റെ കാലഘട്ട വിഭജനം പുരാതന പൗരാണിക ഘട്ടം, മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം എന്ന നിലയിലാണ്. ജെയിംസ് മിൽ എഴുതി ഹിന്ദു കാലഘട്ടം, മുസ്ലിം കാലഘട്ടം, ബ്രിട്ടീഷ് കാലഘട്ടം എന്ന്. മുസ്ലിങ്ങൾ ഭരിച്ച കാലം മുസ്ലിം കാലഘട്ടമാണെങ്കിൽ ക്രൈസ്തവ മതവിശ്വാസികളായ ബ്രിട്ടീഷുകാർ ഭരിച്ച കാലഘട്ടം എന്തുകൊണ്ട് ക്രൈസ്തവ കാലഘട്ടം എന്ന് എഴുതിയില്ല? ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തത്. അതിന്റെ അവശിഷ്ടങ്ങൾ പേറുന്നവരാണ് ഇവിടുത്തെ RSSകാർ.
അത് വെച്ചാണ് ഇവിടെ ഭിന്നത വീണ്ടും ഉണ്ടാക്കുന്നത്. എന്നിട്ട് ക്ഷേത്രം പൊളിച്ചു, പള്ളി ഉണ്ടാക്കി, പള്ളി പൊളിച്ചു, ക്ഷേത്രം ഉണ്ടാക്കി, ഇതുപോലെ വിവാദം ഉണ്ടാക്കിയിട്ട് സ്വാതന്ത്ര്യാനന്തരം സമാധാനത്തോടുകൂടി രാഷ്ട്ര നിർമ്മാണം നടത്തി ഒരു ക്ഷേമ രാഷ്ട്രമായി ഭാരതത്തെ വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളെ തമ്മിലടിപ്പിച്ച് കൊല നടത്തി രാജ്യം മുഴുവൻ സംഘർഷമുണ്ടാക്കാൻ ഈ വർഗീയവാദികൾ ഇതുപോലുള്ള വികലമായ ചരിത്രത്തെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വന്ന കേസാണ് അയോധ്യ. അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അയോധ്യ കേസ് 1948 ഒരു സംഘം ആളുകൾ ബാബറി മസ്ജിദിനകത്ത് കയറി വിഗ്രഹങ്ങൾ സ്ഥാപിക്കുമ്പോൾ അവിടെ പോലീസ് കാവലുണ്ടായിരുന്നു. ആ കാവലിൽ ഏർപ്പെട്ടിരുന്ന ഒരു പോലീസുകാരൻ, ഹിന്ദു മതവിശ്വാസിയായ പോലീസുകാരൻ, ഈ അക്രമികളെ തടയാൻ ശ്രമിച്ചിരുന്നു. അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇവരകത്ത് കയറിയത്. അതിന് സൗകര്യം ചെയ്തു കൊടുത്തത് അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന ആലപ്പുഴ ജില്ലക്കാരനായ ഒരു KK നായർ എന്ന് പറയുന്ന കളക്ടറാണ്. അദ്ദേഹത്തിന്റെ ഒത്താശയോടെയാണ് ചെയ്തത്. അവിടെ ഭജന ആരംഭിച്ചു. പിറ്റേന്ന് മുതൽ ആ ഭജനയിൽ പങ്കെടുത്തു KK നായരുടെ ഭാര്യ ശകുന്തള, മറ്റ് ഭക്തന്മാരെന്ന് പറയുന്നവർ. ഈ കാര്യം പ്രധാനമന്ത്രിയെ അറിയിച്ചു. അന്നത്തെ മുഖ്യമന്ത്രി ഗോവിന്ദ വല്ലഭ പന്ത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, കോൺഗ്രസ് നേതാവ്. നെഹ്റു പറഞ്ഞു, ആ വിഗ്രഹങ്ങളെടുത്ത് സരയൂ നദിയിലേക്ക് എറിഞ്ഞേക്കൂ. അതായിരുന്നു നെഹ്റു. മതനിരപേക്ഷതയിൽ ഉറച്ചു നിന്ന ആളായിരുന്നു നെഹ്റു. സ്വാതന്ത്ര്യാനന്തരം അതിനു മുമ്പ് കേടുപാട് സംഭവിച്ച ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം തീർത്ത് ഉദ്ഘാടനത്തിന് വെച്ചപ്പോ ട്രസ്റ്റ് ഉദ്ഘാടകനായി ക്ഷണിച്ചത് ബാബു രാജേന്ദ്ര പ്രസാദിനെയാണ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയെ. രാജേന്ദ്ര പ്രസാദ് ചെല്ലാന്ന് പറഞ്ഞു. വിവരമറിഞ്ഞ നെഹ്റു അന്നത്തെ രാഷ്ട്രപതിയോട് പറഞ്ഞു, നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങളൊരു മതത്തിന്റെ ആളല്ല, മതനിരപേക്ഷ രാജ്യത്തിന്റെ 1ാം പൗരനാണ്, അതുകൊണ്ട് പോകരുത്. നെഹ്റു കത്തെഴുതി. ആ കത്ത് പ്രസിദ്ധീകരിച്ചു. രാജേന്ദ്ര പ്രസാദ് പോയി എന്നത് ചരിത്രം. അദ്ദേഹം വർഗീയവാദിയായിരുന്നില്ല. അദ്ദേഹം ഇന്ന് പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയ മോദി ആയിരുന്നില്ല. വാക്ക് കൊടുത്തുപോയി, അതുകൊണ്ട് ലംഘിക്കാൻ പറ്റില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായം. അദ്ദേഹം പോയി. അതൊരു സംഭവം. ഇവിടെയും ഇത് തന്നെ സംഭവിച്ച് നെഹ്റു ആദ്യത്തെ നിലപാടിൽ നിന്നു. പന്ത് നിന്നില്ല. GB പന്ത് എന്ന കോൺഗ്രസ് നേതാവ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കളെ പോലെ തന്നെ അവസരവാദികളായിരുന്നു, മൃദു ഹിന്ദുത്വ നിലപാടുകാരായിരുന്നു. അതുകൊണ്ടത് പൂട്ടിയിട്ടു. പിന്നെ കേസായി, കുഴപ്പങ്ങളായി. ശകുന്തള എന്ന് പറയുന്ന കലക്ടറുടെ ഭാര്യ തൊട്ടടുത്ത ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ജനസംഘം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പാർലമെന്റിലേക്ക് പോകുന്നു. KK നായർ റിട്ടയർ ചെയ്തതിനു ശേഷം ഫൈസാബാദ് മണ്ഡലത്തിൽ മത്സരിച്ച് ജയിക്കുന്നു ജനസംഘം ടിക്കറ്റിൽ. എന്തെല്ലാമാണ് കള്ളക്കളികൾ നടന്നത്. കേസ് നടന്ന് ഇങ്ങനെ പോന്നു. 1984 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ ആ തർക്കഭൂമിയിൽ ശിലാസ്ഥാപനം നടത്താൻ അനുവാദം കൊടുത്തു. എന്തിനാ കൊടുത്ത്? തെരഞ്ഞെടുപ്പ് ജയിക്കാൻ. പ്രീണനത്തിനു വേണ്ടി. ഷബാനു ബീഗം കേസിലെ വിധി മുസ്ലിങ്ങൾക്ക് അനുകൂലമായി പോയോ എന്നൊരു തോന്നൽ വന്നപ്പോൾ പകരം വെച്ച് തൂക്കമൊപ്പിക്കാൻ വേണ്ടി ക്ഷേത്രം തുറന്നു, പള്ളി തുറന്നു കൊടുത്തു. അന്ന് മുതലാണത് കൈയടക്കാൻ കഴിയുമെന്ന് ട്രസ്റ്റിനും RSSനും വിശ്വ ഹിന്ദു പരിഷത്തിനും തോന്നിയത്. അതുവരെ ഇത് കൈയടക്കാൻ കഴിയുമെന്ന് അവർ കരുതിയിരുന്നില്ല. പിന്നെ അവരുടെ പ്രക്ഷോഭം ശക്തിപ്പെടുത്തി. ആ പ്രക്ഷോഭം ശക്തിപ്പെടുത്തിയപ്പോൾ 1989 ആകുമ്പോൾ രാജീവ് ഗാന്ധിയുടെ ഭരണം പോയി. VP സിംഗിന്റെ ഗവൺമെന്റ് വന്നു. രഥയാത്രയുമായി അദ്വാനി പുറപ്പെട്ടു. ആ രഥയാത്ര ബീഹാറിൽ വെച്ച് തടയാൻ VP സിംഗ് ഗവൺമെന്റ് ലാലു പ്രസാദ് യാദവിനോട് പറഞ്ഞു. ഇന്നത്തെ RJD നേതാവ് ബീഹാറിൽ വെച്ച് പിടിച്ചു കെട്ടി. പിന്നെന്താ സംഭവിച്ചത്? VP സിംഗ് ഗവൺമെന്റിന് ജനസംഘത്തിന്റെ ഒരു പിന്തുണയുണ്ടായിരുന്നു, BJPയുടെ ഒരു പിന്തുണയുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രതിപക്ഷത്ത്, ഇടതുപക്ഷവും VP സിംഗിനാണ് പിന്തുണ കൊടുത്ത്. VP സിംഗ് ഗവൺമെന്റിലെ പിന്തുണ ജനസംഘം പിൻവലിച്ചു, BJP പിൻവലിച്ചു. അപ്പൊ ഗവൺമെന്റ് ന്യൂനപക്ഷമായി.
പാർലമെന്റിൽ വിശ്വാസ വോട്ട് അവതരിപ്പിച്ചു വി പി സിംഗ് പറഞ്ഞു, എന്റെ ഗവൺമെന്റ് ഇപ്പോൾ ന്യൂനപക്ഷമാണ്, ഈ പ്രമേയം പാസ്സാകുമെന്ന വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷേ ഈ പാർലമെന്റും ഈ ലോകവും അറിയണം, ഞാൻ ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കാനാണ് നടപടി സ്വീകരിച്ചത്. ആ പ്രശ്നത്തിൽ എന്റെ സർക്കാരിന് നേരെ അവിശ്വാസം വന്നിരിക്കുന്നു, പിന്തുണ പിൻവലിച്ചിരിക്കുന്നു. ഈ തർക്കത്തിൽ ആരുടെ കൂടെ നിൽക്കുന്നു എന്ന് ജനങ്ങൾ അറിയണം. ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഉറച്ചു നിൽക്കുന്നവരാരാണ്, എതിർക്കുന്നവരാരാണെന്ന് ലോകം അറിയണം. അതിനാണ് എന്റെ പ്രമേയം. വിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷത്തുള്ള രാജീവ് ഗാന്ധി പറഞ്ഞു, സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിൻ്റെതാണ്, കോൺഗ്രസിൻ്റെതല്ല. ആ സർക്കാരിന്റെ പ്രമേയത്തെ എതിർത്തുകൊണ്ട് BJPയോടൊപ്പം വോട്ട് ചെയ്തു കോൺഗ്രസ്. അങ്ങനെയാണ് VP സിംഗിന് ഇറങ്ങിപ്പോരേണ്ടി വന്നത്. ഇതൊക്കെ ചരിത്രം. അത് കഴിഞ്ഞ് 1992 വന്നു. ഡിസംബർ 6 പള്ളി പൊളിച്ചു അദ്വാനിയുടെ നേതൃത്വത്തിൽ. പൊളിച്ച അദ്വാനിക്കും പൊളിക്കാൻ കൂട്ടുനിന്ന നരസിംഹറാവുവിനും ഭാരതരത്ന അവാർഡ് കൊടുത്തു. നിങ്ങൾ നോക്കൂ, എന്തൊരു നന്ദിയല്ലേ. അത് സംബന്ധിച്ച് കേസ് വന്നു. ഫൈസാബാദ് കോടതി തൊട്ട് അലഹാബാദ് ഹൈക്കോടതി വരെ കേസ് വന്ന് ഹൈക്കോടതി ക്ഷേത്ര ട്രസ്റ്റ് അനുകൂലമായി വിധിച്ചു. മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡ് ആ പള്ളി ട്രസ്റ്റ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. വർഷങ്ങളോളം കേസ് നീണ്ടു. 2019 BJPയുടെ വൻ വിജയത്തിന് ശേഷമാണ് സുപ്രീം കോടതി വിധി പറയുന്നത്. 5 അംഗ ബെഞ്ച്, ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ ബെഞ്ച് അവർ വിധി പറഞ്ഞു. 1948 പള്ളിയിൽ കയ്യേറി വിഗ്രഹങ്ങൾ സ്ഥാപിച്ച നടപടി തെറ്റാണ്, കോടതി. 2, 92 ഡിസംബർ 6 ആ പള്ളി പൊളിച്ചു കളഞ്ഞത് ഗുരുതരമായ തെറ്റാണ്. 3, ഇപ്പോൾ ആ പൊളിച്ചു കളഞ്ഞ സ്ഥലം രാമക്ഷേത്ര ട്രസ്റ്റിന് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, ശ്രീരാമൻ ജനിച്ച സ്ഥലമാണെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ വിട്ടുകൊടുക്കേണ്ടതാണ്. മുസ്ലിങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കാൻ അവിടുന്ന് 20 കിലോമീറ്റർ അകലെ 5 ഏക്കർ സ്ഥലം സർക്കാർ വാങ്ങി കൊടുക്കേണ്ടതാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഈ വിധിയുടെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന ഒരു പരസ്യ വിമർശനം ഉന്നയിക്കാൻ അധിക രാഷ്ട്രീയ പാർട്ടികൾ വഴി ഉണ്ടായിരുന്നില്ല. CPIM എന്നൊരൊറ്റ പാർട്ടി മാത്രമാണ് ആ വിമർശനം ഉന്നയിച്ചത്. ചില ആളുകൾ പേടിച്ചു, ചില ആൾ വിചാരിച്ചു ഇതുമ്മൽ അങ്ങ് തീരുകയാണെ തീരട്ടെ, തീർന്നോ. അതിന്റെ പ്രതിഷ്ഠയും മറ്റു കാര്യങ്ങളും പിന്നെ നടന്ന് ആ ചടങ്ങ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആ പ്രതിഷ്ഠക്ക് പോകാൻ പാടുണ്ടായിരുന്നോ? ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നത് അപകടമല്ലേ? പ്രധാനമന്ത്രി മതനിരപേക്ഷ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ? അത് ഹിന്ദു മതാചാര്യന്മാർ നടത്തേണ്ടതാണ്. ഏത് മതത്തിന്റെ ആരാധനാലയമാണോ ആ മതത്തിന്റെ ആചാര്യന്മാർ അവരാണ് നടത്തേണ്ടത്. പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യേണ്ടത് രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അവിടെ കൊണ്ടുവന്ന ആചാര്യന്മാരെ കൊണ്ട് ജയിച്ചു. ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ടത് ആചാര്യന്മാർ. അവിടെ മോഡി എന്ന രാഷ്ട്രീയ നേതാവിനെ കൊണ്ടുപോയി. രാഷ്ട്രീയ നേതാവായ മോദി, രാഷ്ട്രീയ നേതാവായ യോഗി ആദിത്യനാഥ്, രാഷ്ട്രീയ നേതാവായ ഗുജറാത്തിന്റെ മുൻ ഗവർണർ ആനന്ദീബെൻ, ഇപ്പോഴത്തെ UP ഗവർണർ, അവരെല്ലാം പോയി ഉദ്ഘാടനം ചെയ്തു. എന്തെല്ലാം നടക്കുന്നു ഇവിടെ? കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് അന്ന് പൊതു അവധി പ്രഖ്യാപിച്ചു. കർണാടക ഗവൺമെന്റിന്റെ കീഴിലുള്ള 37,000 ക്ഷേത്രങ്ങളിൽ പൂജ നടത്താൻ ഗവൺമെന്റ് ഉത്തരവിറക്കി. കേരളത്തിലെ ദേവസ്വം ബോർഡ് ഇറക്കിയോ? ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇറക്കിയോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇറക്കിയോ? മലബാർ ദേവസ്വം ബോർഡ് ഇറക്കിയോ? കൊച്ചി ദേവസ്വം ബോർഡ് ഇറക്കിയോ? എന്ത് നിലപാടാണ് നിങ്ങൾക്ക്? ബാബറി മസ്ജിദിന്റെ കേസ് നടക്കുമ്പോൾ മുസ്ലിം കമ്മിറ്റിക്ക് വേണ്ടി കേസ് നടത്തിയിരുന്നത് ഇന്ത്യയിലെ പ്രമുഖനായ അഭിഭാഷകൻ കോൺഗ്രസ് നേതാവായ കപിൽ സിബലായിരുന്നു. കപിൽ സിബലിനെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പിൻവലിച്ചു. നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയണമെന്ന് പറഞ്ഞു. പാർട്ടി ആയതുകൊണ്ട് പിന്തിരിയല്ല, നിവൃത്തിയുണ്ടായില്ല. ഇതൊക്കെയാണ് ശാന്തി അണ്ടവൻ എന്ന് പറയുന്നവർക്ക് ധൈര്യം വരുന്നത്. ഇന്ത്യയിലൊരവസ്ഥ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ്. ഈ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അപകടത്തിലേക്ക് പോകും. ഇപ്പൊ എല്ലാം അവസാനിച്ചു എന്ന തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട.
പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു, എല്ലാമായി. ഇനി തെരഞ്ഞെടുപ്പ് ജയിക്കും, മോദിക്ക് ബദലില്ല, മോദി അല്ലാതെ വേറെ ആളില്ല, BJP ജയിക്കും. തെറ്റിദ്ധാരണയാണ്. കണ്ടില്ലേ നിങ്ങൾ പഞ്ചാബിലെ ഹരിയാനയിലെ കർഷകർ വരുന്നത്? UP-ന്ന് വരാൻ നിൽക്കുക. 10,000-കണക്കായ കർഷകർ അലകടൽ പോലെ ഇളകിയാണ് ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ട്രാക്ടറും എല്ലാ ആയുധങ്ങളും എല്ലാ ഉപകരണങ്ങളുമായി സന്നാഹങ്ങളുമായി അവരുടെ ആവശ്യം ഉയർത്തിക്കൊണ്ടാ വരുന്നത്. അവർ രാജ്യം വെട്ടിമുറിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റ് ഭരണഘടനാ വിരുദ്ധമായ എന്തെങ്കിലും കാര്യം ഉന്നയിച്ചല്ല. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില തരണം. ആ ന്യായവില സംബന്ധിച്ച് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. അത് നടപ്പാക്കിയാൽ മതി. അത് നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ 2014 അധികാരത്തിൽ വന്ന് അത് തരണമെന്നേ പറയുന്നുള്ളൂ. ഒരു ശത്രു രാജ്യം നമ്മളെ ആക്രമിക്കാൻ വന്നാൽ എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യം നേരിടുക? അതുപോലെയാണ് ഈ കൃഷിക്കാരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ കീഴടങ്ങുന്നുണ്ടോ? ഇതുപോലെയാണ് മനുഷ്യർ. പഞ്ചാബിലെ കർഷകർ, നാളെ UP-യിലെ കൃഷിക്കാർ, തൊഴിലാളികൾ, തൊഴിൽരഹിതരായ യുവജനങ്ങൾ അവരുടെ ജീവിത പ്രശ്നങ്ങളുമായി ഒരുമിച്ച് മുന്നേറും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, വൻ ഭൂരിപക്ഷത്തോടുകൂടി 2019 വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കുന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. കേരളത്തിൽ ഒരൊറ്റ BJP-ക്കാരൻ ജയിക്കാൻ പോകുന്നില്ല. തമിഴ്നാട്ടിൽ ജയിക്കില്ല. കർണാടകത്തിൽ കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റും BJP-യാ ജയിച്ചത്. ഇത്തവണ ജയിക്കില്ല. തെലങ്കാനയിൽ കോൺഗ്രസിന് കുറച്ച് സീറ്റെങ്കിലും കിട്ടും. ആന്ധ്ര പിന്നെ നോക്കണ്ട, 2 പാർട്ടികളും അവിടെ BJP-യോടൊപ്പാണ്. ബംഗാളുണ്ട്, ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഡൽഹി ഉണ്ട്, പഞ്ചാബ് ഉണ്ട്. കോൺഗ്രസിന് ഭരണം കിട്ടിയ ഹിമാചൽ പ്രദേശ് ഉണ്ട്. അവർ മര്യാദക്ക് നിൽക്കുവോ? മധ്യപ്രദേശ്, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ ഒരു കക്ഷി ചെറിയ ചെറിയ മതനിരപേക്ഷ പാർട്ടികളുമായി യോജിച്ച് നിന്നെങ്കിൽ ഈ വിധിയല്ല ഉണ്ടാവുക. മതനിരപേക്ഷ ശക്തികൾക്ക് വിജയം വേണമെന്ന ഒരു രാഷ്ട്രീയ നിലപാട് വേണ്ടേ? ആ രാഷ്ട്രീയ നിലപാട് അവർക്കില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവല്ല, ജനങ്ങളാ. ഏതെങ്കിലും ഒരു നേതാവ് അവസരവാദി കാലുമാറിപ്പോയാൽ ഈ മതനിരപേക്ഷ ശക്തികൾ പരാജയപ്പെട്ടു എന്ന് ധരിക്കരുത്. ഉറച്ച നിലപാടുമായി പോകണം. അതിന് പ്രതിപക്ഷത്തുള്ള മതനിരപേക്ഷ പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കണം. സീറ്റ് വിഭജനം ഭംഗിയായി തീർക്കണം. അതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ് നേതൃത്വം ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറുന്നില്ല. അവർ ജാഥ നടത്തി നടക്കുക. ഈ സാഹചര്യമൊക്കെ ആലോചിക്കണം. ഇടതുപക്ഷം അതിശക്തമായ നിലപാടാണ് പാർലമെന്റിൽ സ്വീകരിച്ച്. ഏത് വിഷയമെടുത്താലും നിങ്ങൾ നോക്കൂ, ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ജനവിരുദ്ധ നയങ്ങളെ, കുത്തക മുതലാളി വർഗത്തിന് അനുകൂലമായ സാമ്പത്തിക നയങ്ങളെ, തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകളെ, മതനിരപേക്ഷത തകർക്കുന്ന വർഗീയ നിലപാടുകളെ വിട്ടുവീഴ്ചയില്ലാതെ എതിർത്തിട്ടുണ്ട്. ആ എതിർപ്പിന്റെ ബഹിർസ്ഫുരണങ്ങളാണ് കോഴിക്കോട് NIT-യിൽ വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ചത്. മതനിരപേക്ഷ മുദ്രാവാക്യവുമായി രംഗത്ത് വന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യം വിളിച്ചത്. അവർ ഭരണകൂടത്തെ ഭയന്നില്ല. ഈ ഗവൺമെന്റിന് കേന്ദ്ര അധികാരമുണ്ട്. ഈ കുട്ടികളെ മുഴുവൻ സസ്പെൻഡ് ചെയ്യാനോ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കാനോ ഉള്ള അധികാരമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലും അവർ ഭയപ്പെട്ടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മതനിരപേക്ഷ ശക്തികൾ ഒരുമിച്ച് നിൽക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി. NIT-യിലെ അനുഭവവും കർഷക സമരത്തിന്റെ അനുഭവവും രാജ്യത്താകെ ഉയർന്നു വരുന്ന മതനിരപേക്ഷ ശക്തികളുടെ കൂട്ടായ്മയും അതാണ് നമ്മളോട് ബോധ്യപ്പെടുത്തുന്നത്. ഇന്നത്തെ ഈ കൂട്ടായ്മ വളരെ പ്രതീകാത്മകമായ ഒരു സമരമായി ഞാൻ കാണുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.